അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ച് വിളകളാണ്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഞാൻ വിത്തുകളൊക്കെ ഇട്ട് പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്ന സുന്ദരി ചീരയുടെ തൈകളാണ് ഈ നിൽക്കുന്നത്. ഇനി ഞാനിവിടെ പാകി കൊടുക്കാൻ പോകുന്നത് വെണ്ടയുടെ വിത്തുകളാണ്. അതിനായി ഞാനിവിടെ സ്യൂഡോമോണസ് ലായനി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡ് വെണ്ടയുടെ വിത്തുകളാണ്. ഞാൻ ഈ സ്യൂഡോമോണസ് ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെണ്ടയുടെ വിത്തുകളൊന്നും അധികം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് ഒരു അരമണിക്കൂർ മാത്രമേ ഒന്ന് ഇട്ട് വെച്ചിരിക്കുന്നുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലക് ചീരയുടെ വിത്തുകളാണ്. ഇതും കൂടി ഞാനൊന്ന് സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മറ്റൊരു കപ്പിലേക്കാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതും ഒരു അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. പാലക് ചീരയുടെ വിത്തുകൾ മുകളിലായി കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇതുപോലൊന്ന് കറക്കി കൊടുത്തു. ഇനി ഞാൻ വെണ്ടയുടെ വിത്തുകളൊക്കെ ഇട്ട് വെച്ചിരുന്ന സ്യൂഡോമോണസ് ലായനി ഈ ചെടിച്ചട്ടിയിലേക്കായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൽ നിന്നും ഓരോ വിത്തുകൾ എടുത്ത് ഈ ചെടിച്ചട്ടിയിലേക്കൊന്ന് ചെറുതായി ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ വിളകളിൽ പെട്ടതാണ് വെണ്ട, വഴുതന, തക്കാളി, ചീര, പച്ചമുളക്, അതുപോലെ തന്നെ പാവല്, പയറ്, വെള്ളരി, പടവലം. ഇതെല്ലാം നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ ചൂടൊക്കെ കൂടി വരുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാനും അധികം അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും കൃഷി ചെയ്യുന്നില്ല. എന്നാലും കുറേയൊക്കെ ഒരു 5 മൂടെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വെള്ളമൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എനിക്കിവിടെ കൃഷിസ്ഥലത്ത് കുരങ്ങുകളുടെയൊക്കെ ശല്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായും വെണ്ടയും ചീരയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഒരു 5 മൂട് തക്കാളിയും വഴുതനയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെണ്ട വിത്തുകളെല്ലാം ഞാൻ ഇതിലേക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്തു. ഞാൻ വിത്തുകളൊക്കെ പാകുന്നതിന് മുന്നേ തന്നെ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കാറുണ്ട്. വിത്തുകൾ മുക്കുന്നതിനായുള്ള സ്യൂഡോമോണസ് ലായനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. വീഡിയോ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇനി നമ്മുടെ പാലക് ചീരയുടെ വിത്തുകളാണ് സ്യൂഡോമോണസ് ലായനിയിലായി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വിത്തുകൾ പാകുന്നതിനായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ചെടിച്ചട്ടിയിലേക്ക് സ്യൂഡോമോണസ് ലായനിയോടുകൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് മുകളിലായി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെണ്ട വിത്തുകളെല്ലാം മുളച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെഡ് വെണ്ടയുടെ തൈകളെല്ലാം മുളച്ച് തണ്ടേ നല്ല തഴപ്പോടു കൂടി തന്നെ വളർന്ന് നിൽക്കുകയാണ്. എല്ലാ തൈകളും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് പാലക് ചീരയുടെ തൈകളാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ പാലക് ചീരയുടെ തൈകളെല്ലാം മാറ്റി നടാൻ പാകത്തിനായി ഇതുപോലെ വളർന്ന് നിൽക്കുന്നുണ്ട്. നല്ല തഴപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.